അയ്യപ്പ സംഗമം അടുത്ത പണിയാകുമോ? അത് ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രസക്തിയുള്ള വശങ്ങൾ കൂടിയുണ്ട്. കാരണം ശബരിമല സ്വർണ്ണമോഷണ വിവാദമാണ്. ശബരിമല സ്വർണ്ണം നഷ്ടപ്പെട്ട വിവാദമാണ് സംസ്ഥാന സർക്കാരിന് 2 തെരഞ്ഞെടുപ്പുകളിൽ പണി കൊടുത്തത്. ഇടതുമുന്നണിക്ക് CPM പണി കൊടുത്തത്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ സബ്ജക്റ്റായി അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ശബരിമലയിലെ നഷ്ടങ്ങളെയൊക്കെ നികത്താൻ വേണ്ടി കൊണ്ടുവന്ന അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, അതായിരുന്നു ആ പ്രഖ്യാപനം. NSSനെയും SNDP ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ആ ഒരു നീക്കം അത് പൊതുവിൽ നന്നായി ഗുണപ്പെട്ട് കാണും എന്ന് കരുതപ്പെട്ടിടത്താണ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. ഈ കണക്കുകളിൽ ഒട്ടും ചേർന്ന് പോവാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനമാവുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച് കണക്കുകളിൽ കൃത്യത ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാവുന്നു. ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ നിരവധി അവ്യക്തതകൾ ഉണ്ട് എന്നതാണ്. അതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വരാനിരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മുഴുവൻ അടിസ്ഥാനരഹിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിനായി ചിലവഴിച്ചത് 3 കോടി രൂപയാണ്. അതേസമയം 8 കോടി രൂപ ചിലവഴിക്കപ്പെട്ടു, ചിലവായി 8 കോടി വന്നു എന്നതാണ് വാർത്ത. അത് അദ്ദേഹം തള്ളുകയാണ്. 3 കോടി മാത്രമാണ് ചിലവ് വന്നത്. സ്പോൺസർഷിപ്പിലൂടെ 4 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു FB പുസ്തകത്തിലൂടെ, FB പേജിലൂടെ അദ്ദേഹം നടത്തുന്ന വിശദീകരണം. പക്ഷേ ആ വിശദീകരണം അത്ര കണ്ട് പൂർണ്ണമല്ല എന്നതാണ് വസ്തുത. അതിൽ അവ്യക്തതകളുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. ഇതിനു മുമ്പായി ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. പ്രതിപക്ഷം അവർക്ക് മുന്നിലേക്ക് വരുന്ന ഒരു പുതിയ ആയുധമാണിത്. അതുകൊണ്ട് ഒന്നുകൂടി ശക്തമായി സർക്കാരിനെതിരെ പ്രയോഗിക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദം. കേൾക്കാം പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. അയ്യപ്പ സംഗമം, അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്നു മാറ്റിക്കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന